വിദ്യാഭ്യാസമടക്കമുള്ള വ്യത്യസ്തമായ മേഖലകളെ ചേർത്തു പിടിക്കുന്ന ഒന്നായി പ്രവർത്തിക്കുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ ഒന്ന് ഉറക്കെ പറയാം. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ കേട്ടിട്ടില്ലേ? ഉണ്ട്. എന്താണ് മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോകുമ്പോൾ സംഭവിച്ചത്? നമ്മുടെയൊക്കെ അധ്യാപകർ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ അറിയാം, വലിയവർക്കൊക്കെ പലപ്പോഴും മനഃപ്പാഠമാണ്. മണ്ണാങ്കട്ടയും കരിയിലയും അങ്ങനെ കാശിക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് എന്തുണ്ടാകുന്നു? എന്താ ഉണ്ടാവുന്നത്? കാറ്റടിക്കുന്നു അല്ലേ? അതിശക്തമായ കാറ്റടിക്കുന്നു. ആ കാറ്റടിച്ചു കഴിഞ്ഞാൽ ആരാണ് പറന്നു പോവുക? മണ്ണാങ്കട്ടയാണോ? ആണോ? അല്ല, കരിയില പറന്നു പോകും. ഈ കരിയില പറന്നു പോകാതിരിക്കാൻ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ആരൊക്കെ? മണ്ണാങ്കട്ടയും കരിയിലും. അപ്പൊ ഈ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് കരുതലാണ്. എൻ്റെ സുഹൃത്തിനെ പറന്നു പോകാതിരിക്കാൻ അവനെ സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു ആര്? മണ്ണാങ്കട്ട അല്ലേ? അപ്പൊ കരിയില പറന്നു പോകാതിരിക്കാൻ മണ്ണാങ്കട്ട കരിയിലയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ ആര് രക്ഷപ്പെടുന്നു? കാറ്റിൽ നിന്ന് കരിയില രക്ഷപ്പെടുന്നു. അപ്പോൾ കാറ്റൊക്കെ അടങ്ങി കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആര് വരുന്നു? മഴ വരുന്നു. സജീവമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. കുട്ടികളൊന്നും മിണ്ടുന്നില്ല അല്ലേ? ഒരു കയ്യടി കൊടുക്കവർക്ക്. അതെന്താണ്? ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തു വന്നു? അതിശക്തമായ, ഉറക്കെ പറയൂ, മഴ വന്നു. മഴ വന്ന ആരാ അലിഞ്ഞു പോവുക? മണ്ണാങ്കട്ട അലിഞ്ഞു പോകും. മണ്ണാങ്കട്ട അലിഞ്ഞു പോകുമ്പോൾ തൻ്റെ സുഹൃത്താണ് അലിഞ്ഞു പോകുന്നത്. തൻ്റെ സുഹൃത്തിനോട് ആർക്ക് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്? കരിയിലയ്ക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തന്നെ രക്ഷിച്ച പോലെ കരിയില ആരുടെ മുകളിൽ കയറിയിരുന്നു? മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ രക്ഷിച്ചു. അപ്പൊ ഈ പാരസ്പര്യത്തിന്റെ പാഠമാണ് ആര് പകർന്നു തരുന്നത്? മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ പറഞ്ഞ് നമുക്ക് നമ്മുടെ പൂർവികര്, നമ്മുടെ അധ്യാപകര്, നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പകർന്നു തന്നിട്ടുള്ളത് ഈ കഥ അടിസ്ഥാനപരമായി രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ, ആ സൗഹൃദത്തിനകത്തുള്ള സ്നേഹത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ വെളിച്ചമാണ്. പക്ഷെ എന്താണ് പുതിയ കാലത്ത് ഈ കഥയ്ക്ക് സംഭവിക്കുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മലയാളത്തിലെ ശ്രദ്ധേയനായ ഒരു കഥാകൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് PK പാറക്കടവ് എന്നാണ്. ഒരുപക്ഷെ ഇവിടെ എഴുതുന്ന ആളുകളോ അതുപോലെ തന്നെ വായിക്കുന്ന ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കേട്ടിട്ടുണ്ടാവും. PK പാറക്കടവ് എന്ന് പറയുന്ന എഴുത്തുകാരൻ നിരന്തരമായി ചെറിയ കഥകളിലൂടെ അതിശക്തമായി നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന അതിശക്തനായ എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ കഥ മറ്റൊരു വിധത്തിൽ പറയുകയാണ്. ഒരു കഥ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച, നമ്മൾ അറിഞ്ഞ ഈ കഥ പുതിയ കാലത്ത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ്. ഒരു ദിവസം അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു. ഒരുപക്ഷെ അത് നമ്മുടെ ചന്ദ്രമാഷായിരിക്കാം, അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിലെ മറ്റേതെങ്കിലും അധ്യാപകനായിരിക്കാം. അധ്യാപകൻ വന്ന് ഈ കഥ പറയാൻ തുടങ്ങുകയാണ്. ഏത് കഥയാണ്? മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ. അധ്യാപകൻ പറഞ്ഞു തുടങ്ങുന്നു. മണ്ണാങ്കട്ടയും
കരിയിലയും കാശിക്ക് പോയി. ഉടനെ ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ കുട്ടിയുടെ പേര് ജോസഫ് എന്നാണ്. ജോസഫ് എന്ന കുട്ടി എഴുന്നേറ്റ് നിന്ന് പറയുന്നു, മാഷേ, അവർ പോയത് കാശിയിലേക്കല്ല, അവർ പോയത് ബത്ലഹേമിലേക്കാണ്. എന്താ ഈ ബത്ലഹേം എന്ന് പറഞ്ഞാൽ? യേശുക്രിസ്തു ജനിച്ച സ്ഥലം. ഹീബ്രു ഭാഷയിൽ അതിന് പറയുന്നത് അപ്പങ്ങളുടെ വീട് എന്നാണ്. അപ്പൊ ജോസഫ് എന്ന കുട്ടി പറയുന്നു, മാഷെ, അവർ പോയത് കാശിയിലേക്കല്ല, അവർ പോയത് ബത്ലഹേമിലേക്കാണ്. അപ്പോഴേക്കും മറ്റൊരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നാണ്. ആ കുട്ടി ഉറക്കെ പറയുന്നു, മാഷെ, അവർ പോയത് ബത്ലഹേമിലേക്കല്ല, അവർ പോയത് കാശിയിലേക്കല്ല, അവർ പോയത് മെക്കയിലേക്കാണ് എന്ന് പറഞ്ഞു. ഉടനെ രാമൻ എന്നു പേരായ മറ്റൊരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. രാമൻ പറയുന്നു, മാഷെ, അവർ പോയത് കാശിയിലേക്ക് തന്നെയാണ്, അവർ പോയത് ബത്ലഹേമിലേക്കല്ല, മെക്കയിലേക്കല്ല. അപ്പൊ നോക്കൂ, ഈ മൂന്ന് കുട്ടികൾ തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയാണ്. മൂന്ന് കുട്ടികൾ തമ്മിൽ സ്പർദ്ധ രൂപപ്പെടുകയാണ്. ഈ മൂന്ന് കുട്ടികളുടെ പിന്നിൽ ബാക്കിയുള്ള കുട്ടികൾ ചേരി തിരിഞ്ഞ് നിന്ന് തർക്കിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. എന്താണ് ഈ കഥ? നമുക്ക് പൂർവികർ പറഞ്ഞു തന്നപ്പോൾ പാരസ്പര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നാം വളർന്നു വരണമെന്ന് പഠിപ്പിച്ച ആ പാഠത്തിന് എന്തു പറ്റുന്നു പുതിയ കാലത്ത് എന്ന കാതലായ ഒരു ചോദ്യം ഈ കഥാകൃത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും പ്രിയപ്പെട്ട ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധം ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. സൗഹൃദമാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ സൗഹൃദത്തെ നിലനിർത്തുന്ന ഏറ്റവും ശക്തമായ ഘടകം എന്താണ്? പാരസ്പര്യമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് സമകാലിക ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന മൂല്യചോഷണത്തെക്കുറിച്ച് ഒരു കഥാകൃത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യത്തെ അഭിസംബോധന ചെയ്യാൻ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ആവുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഒരു കൊടുങ്കാറ്റിൽ കത്തിച്ചു വെച്ച വിളക്ക് എന്ന്. ഒരു കൊടുങ്കാറ്റിൽ കത്തിച്ചു വെക്കുന്ന വിളക്ക് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ, ഒരു കാലത്തിൻ്റെ വിളക്കായി മാറുന്നത് ആ ദേശത്തിൻ്റെ മതേതരത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതിനിധാനമായി ആ വിളക്ക് മാറുമ്പോഴാണ്. ഓരോ വിദ്യാലയങ്ങളും അങ്ങനെയാണ്. 110 വർഷം മുൻപ് യാഥാർത്ഥ്യമായ ഒരു സ്ഥാപനത്തിൻ്റെ ഇങ്ങേ തലക്കലാണ് ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ കൂടിയിരിക്കുന്നത്. നമുക്ക് 110 വർഷം മുൻപ് ഇങ്ങനെ ഒരു വിദ്യാലയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇത് ഈ സമൂഹത്തിന് അനിവാര്യമാണ് ചിന്തിക്കുകയും ചെയ്ത ഒരു മഹാമനുഷ്യൻ്റെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ തുടർച്ചയായ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കൂടിയിരുന്ന് പലതരം പരിപാടികൾ അവതരിപ്പിച്ചു. ഒരുപക്ഷെ അതിന് ആസൂത്രണത്തിന് വേണ്ടി ഒരു വർഷത്തെ, ഒരു അധ്യയന വർഷത്തിൻ്റെ മുഴുവൻ സമയവും നമ്മൾ ചെലവഴിച്ചിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ചരിത്രത്തിൻ്റെ ഇടനാഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോഴാണ്, ചരിത്രത്തെ ചേർത്ത് പിടിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ ഇങ്ങേ തലയ്ക്ക് ചന്ദ്രശേഖരൻ മാഷ് അടക്കമുള്ള, സാരഥിയായ ചന്ദ്രശേഖരൻ മാഷ് അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന ഈ വിദ്യാലയത്തിൻ്റെ ആത്യന്തികമായ വെളിച്ചത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ചരിത്രബോധമാണ് ഒരു കുട്ടിയെ ഏറ്റവും മികച്ച സാമൂഹിക ജീവിയായി മാറ്റുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ എന്ന വാക്കിലെ മനുഷ്യൻ എന്ന പദത്തിന് ഏറ്റവും മനോഹരമായ നിർവചനം എന്താണെന്നറിയും? മാൻ ഈസ് ആൻ എൻസെമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങളുടെ സമുച്ചയമാണ് എന്നതാണ്. ഈ സാമൂഹിക ബന്ധങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം രൂപപ്പെടുന്നത് അത് ഒരു ദേശത്തെ ഉൾക്കൊള്ളുമ്പോഴാണ്. അപ്പോൾ 110 വർഷം പിന്നിട്ട ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിലൂടെ ഒരു കുട്ടി സഞ്ചരിക്കുന്ന സമയത്ത് ഈ ദേശത്തിൻ്റെ ചരിത്രത്തെ കൂടി തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഈ ദേശത്തിൻ്റെ ചരിത്രത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതിങ്ങനെ രൂപപ്പെടുന്നത് ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതും
ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല. പലപ്പോഴും നമ്മൾ പാരമ്പര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. 110 വർഷത്തെ പാരമ്പര്യമുള്ള വിദ്യാലയം എന്ന് പറയും. എന്താണ് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്? ഒരാൾ പറയുകയാണ് 300 വർഷം പഴക്കമുള്ള ഒരു കത്തിയാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറയുന്നു. 300 വർഷം പഴക്കമുള്ള കത്തിയാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറയുന്നു. അയാളോട് സൂക്ഷ്മമായി അന്വേഷിച്ചാൽ അയാൾ പറയും, ഇത് പലതവണ ഇതിൻ്റെ അലകുകൾ മാറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ പിടി മാറ്റിയിട്ടുണ്ട്. 300 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന കത്തിയല്ല ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കത്തി. അതുപോലെ 110 വർഷം മുൻപേയുള്ള വിദ്യാലയത്തിൻ്റെ രൂപമല്ല, അല്ലെങ്കിൽ വിദ്യാലയമല്ല ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഈ ആഘോഷത്തിൻ്റെ ഈ പരിസരത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് 110 വർഷം മുൻപേയുള്ള വിദ്യാലയമല്ല, മറിച്ച് നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെട്ടിട്ടുള്ള മാറ്റങ്ങളുടെ ചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ്. ഈ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഓരോ കുട്ടിയെയും അനുവദിക്കുമ്പോഴാണ്, എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാലയത്തിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ദേശത്തിൻ്റെ ചരിത്രത്തിലൂടെ കൂടി സഞ്ചരിക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ പേരാണ് വാസ്തവത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പാരസ്പര്യം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തനാക്കി മാറ്റുന്നത് ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ അറിയുക, നമ്മുടെ വിദ്യാലയത്തെ അറിയുക, നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് ഒരുപാട് അറിവുകളുണ്ടാവും. ഇന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു പണിയുമില്ല. വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് എന്ത് വേണ്ട? പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല, അധ്യാപകൻ്റെ ആവശ്യമില്ല. ഇന്ന് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വിവരവും കിട്ടും. പക്ഷെ വിവരമല്ല അറിവ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാതൃകാ പുരുഷനായി ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ശ്രീനാരായണ ഗുരു എന്താണ് അറിവ് എന്ന് ഒരിക്കൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകം എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത്, അറിവിലുമേറി അറിയുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തു മുഞ്ചിലേക്കും കരുവിനെ കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തിരുതലയെ വീണു വണങ്ങിയോതി വേണമെന്നാണ്. എന്താണ് ഈ അറിവിലുമേറി അറിഞ്ഞിടുക എന്ന് പറയുന്നത്? അത് നേരത്തെ സൂചിപ്പിച്ച കേവലമായ വിവരശേഖരണത്തിൻ്റെ പ്രതലമല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് പോകുന്ന ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുമ്പോഴാണ് ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ കാര്യത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അത്തരമൊരു അന്വേഷണത്തിന് പ്രാപ്തമാകുന്ന വിധം നമ്മുടെ വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടി പുറത്തേക്ക് വരുന്നത് ഒരിക്കലും എങ്ങനെയല്ല കേവലമായ ഡാറ്റ ശേഖരണത്തിലൂടെ മാത്രമല്ല ഇന്ന് സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം നടത്തിയിട്ടുള്ളത് സമീപകാലത്ത് അല്ലെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയിട്ടുള്ള ശ്രദ്ധേയമായ ഒരു പുസ്തകത്തിൽ യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന ശ്രദ്ധേയനായ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള സാപ്പിയൻസ് എന്ന പുസ്തകത്തിലാണ്. ഈ സാപ്പിയൻസ് എന്ന പുസ്തകം ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവർഗത്തെ, ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഹോമോ സാപ്പിയൻസ് ആണ്. പല വർഗങ്ങൾ, മനുഷ്യവർഗങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ച് ഇല്ലാതായിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങേ തലയ്ക്ക് നാം ജീവിക്കുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. ഈ ഹോമോ സാപ്പിയൻസിനെ കുറിച്ച് അതിസൂക്ഷ്മമായ വിശകലനം നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ള യുവാൽ നോവ ഹരാരി എഴുതിയിട്ടുള്ള പുസ്തകമാണ് സാപ്പിയൻസ്. ഇവിടെ വായിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം വായിക്കേണ്ടതാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം, മനുഷ്യനും മൃഗവും തമ്മിലുള്ള നിരീക്ഷണങ്ങളിലൊന്ന്, അദ്ദേഹം പറയുന്നത് മനുഷ്യനൊഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ചുട്ടെടുത്ത കളിമൺ പാത്രങ്ങളെ പോലെയാണ് എന്നാണ് പറയുന്നത്. എന്താണ് ചുട്ടെടുത്ത കളിമൺ പാത്രങ്ങൾ? ഒരുപക്ഷെ നമ്മുടെ പുതിയ കുട്ടികൾക്ക്
എന്താണ് കളിമൺ പാത്രങ്ങൾ എന്നും അതെങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്നും അറിയാൻ സാധ്യതയില്ല. പക്ഷെ എന്താണ് ഈ കളിമൺ പാത്രങ്ങളുടെ ഒരു പ്രത്യേകത? അതിൻ്റെ രൂപം നിർണ്ണയിക്കുന്നത്, അതിൻ്റെ ഭാവം നിർണ്ണയിക്കുന്നത് എപ്പോഴാണ്? അത് കളിമണ്ണ് കുഴച്ച് രൂപപ്പെടുത്തുന്ന സമയത്താണ്. അത് രൂപപ്പെടുത്തി കഴിഞ്ഞ് അത് ചൂളയിൽ വെച്ച് ചുട്ടെടുത്ത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിന് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ അത് പൊട്ടിപ്പോകും, ഉപയോഗശൂന്യമാകും, തകർന്നു പോകും. എന്ന് പറഞ്ഞാൽ മനുഷ്യനൊഴികെയുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും ഒറ്റ അറിവോടുകൂടിയായി ജനിക്കുകയും ആ അറിവ് മാത്രം തൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു എട്ടുകാലിയെ നോക്കി നോക്കൂ. എട്ടുകാലി വല കെട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എട്ടുകാലി വല പൊട്ടിക്കഴിഞ്ഞാൽ വേറൊരു വല കിട്ടുകയില്ല. ആ പൊട്ടിയ വല റിപ്പയർ ചെയ്യാനുള്ള സങ്കല്പശേഷി ഭാവന ആർക്കില്ല? എട്ടുകാലിക്കില്ല. അപ്പം എല്ലാ ഒട്ടുമിക്ക ജീവജാലങ്ങൾക്കും ഒരറിവ് അല്ലെങ്കിൽ ജീവസന്ധാരണത്തിനുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവയെ ആ പരിസരത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവ ഇല്ലാതാവുകയോ അത് തകർന്നു പോവുകയോ ചെയ്യും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് യുവാൻ നോവ ഹരാരി പറയുന്ന ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണുണ്ട്. ആ നിരീക്ഷണം ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, മനുഷ്യൻ എങ്ങനെയാണ് ഉരുകി വരുന്ന സ്ഫടികം പോലെയാണ് എന്നാണ് പറയുന്നത്. ഗർഭപാത്രത്തിൽ നിന്ന് ഉരുകി വരുന്ന സ്ഫടികം പോലെയാണ്. ആ സ്ഫടികത്തിന് നമുക്ക് എന്താക്കി മാറ്റാം? നല്ല മനുഷ്യനാക്കി മാറ്റാം, ഒരു തീവ്രവാദിയാക്കി മാറ്റാം, ഒരു മുസ്ലിമാക്കി മാറ്റാം, ഒരു ഹിന്ദുവാക്കി മാറ്റാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ സ്ഫടികത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഹരാരി നിരീക്ഷിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തെയാണ് വാസ്തവത്തിൽ വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമെന്ന് പറയുന്നത്. ഈ ശൈശവ കാലഘട്ടത്തിൽ എത്തുന്ന കുട്ടി നമ്മുടെ ബോധപൂർവമായ ഇടപെടലിലൂടെ മാത്രമാണ് രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ നമുക്ക് പറയാം ആ കുട്ടി വളർന്നോളും. പക്ഷെ കുട്ടി വളരുന്നില്ല. വളരണമെങ്കിൽ നാം ബോധപൂർവമായ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലം പറയുന്നത് ഇംപ്രിന്റ് പീരീഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെയാണ്. കുട്ടി എന്തിനേയും സ്വാംശീകരിച്ചെടുക്കും. തൻ്റെ മുന്നിൽ കാണുന്ന എന്തിനേയും സ്വാംശീകരിച്ച് തൻ്റേതാക്കി മാറ്റുന്ന ഒരു കാലമാണത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ, ശൈശവ കാലഘട്ടത്തിൽ എന്താണ് നിങ്ങൾ കുട്ടിക്ക് നൽകുന്നത്? അത് ആ കുട്ടി പിന്നീട് തിരിച്ചു നൽകും. ആ തിരിച്ചു നൽകുന്നതിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പക്ഷെ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ കുടുംബ വഴക്കുകൾ നടത്തുന്നതായി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലേ? ആ രക്ഷിതാക്കൾ തമ്മിൽ അടികൂടുന്നു, മുതിർന്നവർ തമ്മിൽ അടികൂടുന്നു, വഴക്ക് പറയുന്നു, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. ആ സമയത്ത് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ആ വാക്കുകളൊക്കെ സ്വാംശീകരിച്ചെടുക്കുന്നു. അത് പിന്നീട് നമുക്ക് തിരിച്ചു തരും. തിരിച്ചു തരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ആകെ ബേജാറാണ്. ഞാൻ പറഞ്ഞതാണോ എന്ന ബോധ്യമില്ലാതെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ കൊടുത്തത് തന്നെയാണ് അത് തിരിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാസ്തവം. അപ്പം മറ്റൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ തീർച്ചയായും ഉറപ്പിക്കേണ്ട, മലയാളത്തിലെ ശ്രദ്ധേയനായ ഒരു കവിയുണ്ട്, സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ഭൂമിയുടെ ചടങ്ങുകൾ എന്നൊരു കവിതയുണ്ട്. ഭൂമിയുടെ ചടങ്ങുകൾ എന്ന കവിതയിൽ അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായ ഒരു വാക്യം, വിതയ്ക്കപ്പെട്ട വിത്തുകളും ഉച്ചരിക്കപ്പെട്ട വാക്കുകളും വെറുതെ ഇരിക്കുന്നില്ല എന്നാണ്. വിതയ്ക്കപ്പെട്ട വിത്തുകൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പം ഒരു പക്ഷേ പുതിയ കുട്ടികൾക്ക് എന്താണ് വിതയ്ക്കുക എന്ന് നോക്കണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കേണ്ടി വരും. ഗൂഗിളിൽ അടിച്ചു നോക്കേണ്ട ഗതികളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിതയ്ക്കുക എന്ന് പറയുന്നത് വിത്ത് വിതയ്ക്കുകയാണ്. വിതയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? മണ്ണ് വേണം. അതുപോലെ തന്നെ സൂര്യപ്രകാശം, ആ വിതച്ച വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം വേണം, വെള്ളം വേണം. ഇങ്ങനെയൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മുളച്ചു പോകുന്ന ഒന്നാണ് വിത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വാക്ക് എന്ന് സച്ചിദാനന്ദൻ പറയുന്നിടത്ത്, ഞാൻ പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ മനസ്സാകുന്ന മണ്ണിലാണ് വീഴുന്നത്. ആ മനസ്സാകുന്ന മണ്ണിൽ മുളച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു അനുകൂലമായ സാഹചര്യം നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരിക്കണം. അവിടെയാണ് സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും അതുപോലെ തന്നെ സ്പർദ്ധയില്ലാത്തൊരു ലോകത്തിൻ്റെയും സ്വപ്നം
നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു വാർഷികം എന്ന് പറയുന്നത്, ഒരു വിദ്യാലയത്തിൻ്റെ വാർഷികം എന്ന് പറയുന്നത് തീർച്ചയായും ആ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ കാലത്തിലേക്ക് ചുവടുവയ്ക്കുന്ന കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് പോകണമെന്ന നമ്മുടെ തീരുമാനത്തെ നടപ്പിലാക്കാനുള്ള ഒരു വഴി കൂടിയാണ്. അത്തരം ഒരു ശ്രമത്തിന് ഈ വിദ്യാലയം തീർച്ചയായും ഉതകും. ഒന്നുകൂടെ പറയട്ടെ, ഈ ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ, കൊടുങ്കാറ്റിൽ കത്തി നിൽക്കുന്ന ഈ വിളക്ക് ഒരു കാലവും കെടാതിരിക്കാൻ നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വെളിച്ചമായി മാറ്റുന്നതിനുള്ള ശ്രമം നിരന്തരമായി നടത്തണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്ന സ്നേഹം.